കന്റോൺമെന്റ് ഹൗസിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് PC വിശ്വനാഥ് നമ്മോടൊപ്പം ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ്. ഇന്ന് തന്നെ ഫൈനൽ ലിസ്റ്റ് ആവൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഡിസ്കഷൻ ഘടകകക്ഷികളും ആയിട്ട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വവും മുഖ്യമന്ത്രിയും പിന്നെ പ്രിയപ്പെട്ട KPC പ്രസിഡന്റ്, അതുപോലെ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായി AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുണ്ട്. പിന്നെ ഇത് കാര്യങ്ങൾക്കെല്ലാം ഒരു മേൽനോട്ടവും വേണ്ട കോൺഗ്രസിന് 10 മന്ത്രിമാരാണല്ലോ. വേണുഗോപാൽ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാം സാന്നിധ്യവും നേതൃത്വവും എല്ലാം ഉണ്ട് ഇക്കാര്യത്തിൽ. അല്ല, 10 മന്ത്രിമാരാണല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 10 മന്ത്രിമാരാണ്. അതിൽ എത്ര മന്ത്രിമാരുടെ കാര്യം തീരുമാനമായെന്ന് പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെയൊന്നും ഇപ്പൊ എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ അത്തരം അകത്ത ചർച്ചയിൽ ഇരിക്കുന്ന ഒരാളല്ല. പക്ഷേ കിട്ടുന്ന എല്ലാ ഫീഡ്ബാക്കും വളരെ പോസിറ്റീവായി നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതായത് വൈകില്ല. ഇപ്പൊ മുഖ്യമന്ത്രി ചർച്ചയൊക്കെ കുറച്ചധികം വൈകാതെ പോലെ വൈകില്ല, എളുപ്പത്തിൽ 18-ാം തീയതി ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുകയല്ലേ. എന്തായാലും ഇന്ന് വൈകുന്നേരം കൊണ്ടൊക്കെ എല്ലാം തീരുമാനമാകുന്നതാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. നല്ല നിലയിൽ ചർച്ചകൾ ഇനി എന്താ ഇനി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തലസ്ഥാനത്ത് UDF ഘടകകക്ഷികളായിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണല്ലോ. രമ്യമായി അത് വേഗം പരിഹരിക്കപ്പെട്ടു. അതിനുശേഷം കോൺഗ്രസിലെ മന്ത്രിമാരെ സംബന്ധിച്ചും കോൺഗ്രസിന്റെ നേതൃത്വം, ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം തീരുമാനമെടുക്കും. ഇപ്പൊ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞയ്ക്ക് കാണാം. ക്യാബിനറ്റിന്റെ ഭാഗമായി സത്യപ്രതിജ്ഞ ചെയ്യാനുണ്ടാവോ? അതല്ല, പാർട്ടിയാ പറയുന്നത്. അടുത്ത മന്ത്രിസഭയിൽ മന്ത്രിയാവാൻ ഉയർന്ന സാധ്യതയുള്ള അല്ലെങ്കിൽ മന്ത്രിയായേക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് PC വിശ്വനാഥ്. അദ്ദേഹത്തിന് നമ്മൾ എന്തായാലും തിങ്കളാഴ്ച കാണാം എന്ന ഒരു ആശംസയാണ് കൊടുത്തിരിക്കുന്നത്.